നമ്മുടെ പൂക്കളോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുക കേട്ടോ. ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ ഈ മൊട്ടക്കിയെ പോലെ ഇരിക്കുന്നത് വേറൊന്നും കണ്ടല്ല കേട്ടോ. ഈ തണുപ്പ് പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കണം. അതുകൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നതേ ഉള്ളൂ. നമ്മൾ തണുപ്പ് വരുമ്പോഴും തണുപ്പ് പോകുമ്പോഴാണ് കൂടുതലും പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയും മണ്ടയൊക്കെ പ്രശ്നമാകും. പിന്നെ അങ്കു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറകെ നടക്കണേ. അവൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒട്ടും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം എന്തായാലും സോക്സ് ഇട്ട് തൊപ്പിയിടുന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് കേട്ടു. പിന്നെ ഇവിടെ തണുപ്പ് പോകുന്ന ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെയിൽ നന്നായിട്ട് വന്ന് ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ കാണിച്ചിരുന്നല്ലോ വെയിൽ വന്നതൊക്കെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം ചൂട് തന്നെയാണ്. എത്ര ചൂടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ തണുപ്പ് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ശരിക്കും മടുത്തൂന്നേ. കാരണം നമ്മൾ കുറേയൊക്കെ നമ്മളങ്ങ് കഴിഞ്ഞ് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒത്തിരി നമ്മുടെ മൈൻഡ് അങ്ങ് ഡല്ലാവുന്ന പോലെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിച്ചിരി വെയിൽ വന്ന് നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം, സന്തോഷം. ഞാൻ എപ്പോഴും വിചാരിക്കും 1 to 1 ഇങ്ങനെ വന്ന് ഒന്ന് എല്ലാ വീഡിയോയിലും സംസാരിക്കണം. പക്ഷേ ആ ഒരു ഫ്ലോയിൽ ഞാനങ്ങ് വിട്ടുപോകും. പിന്നെ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ അങ്ങനെ എടുക്കണമായിരുന്നല്ലോ, പിന്നെ മടിയാവും. അങ്ങനെ അങ്ങ് വിട്ടു പോകുന്നു. ഇന്ന് എന്തായാലും വിചാരിച്ചു എന്തായാലും ഇന്നൊരു 1 to 1 എടുത്തിട്ടേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇന്നിനി ബാക്കി വിശേഷങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പോവാം കേട്ടോ. അങ്ങനെ രാവിലത്തെ അങ്കമൊക്കെ കഴിഞ്ഞ് അങ്കു സ്കൂളിലും രാക്കെ ഓഫീസിലും ഒക്കെ പോയതിന് ശേഷം സ്വസ്ഥമായിട്ട് കിച്ചണിൽ കയറുന്ന ഒരവസ്ഥയാട്ടോ. അപ്പോൾ പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് വെയിലിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പുല്ല് വെട്ടി തുടങ്ങി, അതിൻ്റെ ശബ്ദവും കേൾക്കാം. രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ കട്ടൻ ചായ അല്ലത് കേട്ടോ, രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യം അതാണ്. പിന്നെ ദോശയായിരുന്നു, ദോശയും ചട്നിയും കൂടെ. ഞാൻ മാവ് അരച്ച് വെച്ചത് ഒരുവിധം പൊങ്ങിയായിരുന്നു. അത് ഞാൻ ദോശയാക്കി, ഇഡ്ഡലിയാക്കാൻ പറ്റിയില്ല. ഇഡ്ഡലി ആണെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങണ്ടേ. അപ്പോൾ ദോശയായിട്ട് ചുറ്റും ചട്നിയും പിന്നെ ഒരു ലഡുവും കൂടെ വെച്ച് കൊടുത്തു. അങ്കുവിൻ്റെ ടിഫിൻ അങ്ങ് പാക്ക് ചെയ്തു. അപ്പോൾ ടിഫിനും വെള്ളമൊക്കെ അവൻ്റെ റെഡിയായി. അങ്കു ഇന്ന് രാവിലെ വലിയ മടിയൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് കേട്ടോ. അത് ഹാപ്പി ആയിട്ട് നിൽക്കുക. പല ദിവസം പല മൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് എന്തായാലും നല്ല മൂടാണ്. അങ്ങനെ അവൻ ഫുള്ളി പാക്കായി ഇറങ്ങി. രാക്കെ പിന്നെ രാവിലെ തന്നെ ലാപ്ടോപ്പും കണ്ണി കെട്ടി വെച്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒഫീഷ്യലായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. സൂര്യൻ ഉദിക്കുന്നുണ്ട്. വായിന്ന് പുക പോകുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വായിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ട്. എന്തായാലും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ അങ്കു ആമയെ പോലെ മെല്ലെ മെല്ലെ നടന്നു പോവാണേ. വണ്ടി വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പം എന്തായാലും വെട്ടം വീണുകൊണ്ട് നേരത്തെ പോയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഓടി വന്ന് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി. ഈ ലഞ്ചൊക്കെ നോക്കണ്ടേ. അങ്ങനെ രാക്കയും പോയി. സമയം 9:45 പോകുന്നു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 9 ഡിഗ്രി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ ഡിഗ്രിയൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സാധാരണ 6 ഡിഗ്രിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ 9 ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ. ലഞ്ചിന് എന്താ വെച്ചാൽ 2 പാക്കറ്റ് മഷ്റൂം ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ രീതിയിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ഫ്രൈന്നോ റോസ്റ്റെന്നോ അങ്ങനെ പറയുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്നാവും. നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. മഷ്റൂം 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നതാ. ചൂടായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരുമാതിരി കളറൊക്കെ ആയിരുന്നേനെ. തണുപ്പായണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. ഞാൻ അന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാ. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ജസ്റ്റ് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അരിഞ്ഞ് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യുക. നമ്മുടെ പുതിയ സ്റ്റീമർ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ സ്റ്റീം ചെയ്യുന്ന തട്ടിലേക്ക് നമ്മുടെ മഷ്റൂം കഴുകി വൃത്തിയാക്കി ഈ രീതിയിൽ അരിഞ്ഞെടുത്ത മഷ്റൂം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് വെള്ളം തിളച്ച് ആവി കയറുന്ന ആ ഒരു 10 മിനിറ്റ് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം സിമ്പിളായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായണ്ട ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ ആവി കയറ്റിയ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിൽ കൂടെ ദാലും റെഡിയാവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ മഷ്റൂമിൻ്റെ വെള്ളം അത് കളയണം കേട്ടോ. മഷ്റൂമിൻ്റെ ആ കളറൊക്കെ ഇറങ്ങി നല്ല നീറ്റായി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊന്നും ഇടാതെ ഞാൻ സ്റ്റീം ചെയ്തത് കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ നമ്മുടെ മഷ്റൂം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മെഴുക്ക് വരട്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം.
എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണ്ടവർക്ക് ഇടാം, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. സിമ്പിൾ ഒരു മഷ്റൂം റോസ്റ്റ് പോലത്തെ ഫ്രൈയോ ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, ഗുണവും അതുപോലെ നിൽക്കും, അടിപൊളിയാണ്. നിങ്ങളൊന്ന് നോക്കിങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടെ ദാലും, ഒന്നുമില്ല, സിമ്പിളായിട്ടൊരു ലഞ്ചിന് വേണ്ടിയാ ചോറും നമ്മുടെ ദാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൊരക്ക ഇട്ടൊരു ദാലാട്ടോ. അപ്പോഴത്തേക്ക് മെയ്ഡ് വന്നു, ഞാനൊന്ന് മാറിക്കൊടുക്കുക, പുള്ളിക്കാരി വന്ന് തൂത്ത് തുടയ്ക്കുന്നത്. ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങ് മാറിയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വൈപ്പർ ഇട്ട് തുടച്ചാൽ മതി, ആഴ്ച 2 പ്രാവശ്യമെങ്കിലും വൈപ്പർ ഇട്ട് തുടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ദാൽ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ മിക്സ് ദാലാട്ടോ. ഇതിങ്ങനെ തന്നെ ഇവിടെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ഉഴുന്നും പയറും പരിപ്പും മസൂറും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സൈസിലെ ദാല, തൊലിയുള്ള ഉഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ ചൊരക്ക അരിയുന്ന സമയത്ത് ഒന്ന് കുതിർത്തി വെക്കാം. നമ്മുടെ ചൊരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗീയെന്നും ലോക്കിയെന്നും ഒക്കെ പറയും. പിന്നെ ചോറ് ഊറ്റി വെച്ചു. പിന്നെ നമ്മുടെ കുക്കർ വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ആദ്യം കുറച്ച് ജീരകം പൊട്ടിച്ചു, കായപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കസൂരി മേത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കരിയാതെ ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടാൽ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചുരക്ക ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഒന്ന് ഓണാക്കിയിട്ട് നന്നായിട്ട് അതിലേക്കൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു സിമ്പിൾ, ഇവിടെ ശരിക്കും നവരാത്രിയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദാൽ പോലെയാണ്. പിന്നെ തക്കാളിയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മിക്സഡ് ദാൽ കഴുകി വെച്ചിരുന്നത് ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ദാൽ കുറച്ച് വെള്ളം പെട്ടെന്ന് എടുത്തിട്ട് ഒന്ന് കുറുകുമല്ലോ. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക, വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താലും മതിയല്ലോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുക്കാം. നല്ല കുതിർന്ന ദാലാണെങ്കിൽ 2 വിസിലൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്തി അങ്ങ് ഇട്ടതല്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കാം. വേണമെങ്കിൽ ഒന്നും കൂടെ കുറുക്കി നമുക്ക് വേണമെങ്കിൽ, പക്ഷേ എനിക്ക് ഇത്രയും ഇത് വേണം, നമുക്ക് ചോറിൽ ഒഴിക്കാനല്ലേ. അപ്പോൾ നമ്മുടെ ലോക്കി ദാൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂടെ റൈത്തയും, ബൂന്തി റൈത്ത, കുറച്ച് തൈരൊന്ന് കലക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ബൂന്തി എപ്പോഴും ഞാൻ കാണിക്കുന്നതല്ലേ, അത് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ചോറ്, നമ്മുടെ ലോക്കി ദാല്, പിന്നെ റൈത്ത, മഷ്റൂം റോസ്റ്റ്. ഇത് പോരെ, ഹെൽത്തി അല്ലേ? ഇത് ശരിക്കും നമ്മുടെ തലേദിവസം റിപ്പബ്ലിക് ഡേയുടെ അന്ന് രാവിലെ കേട്ടോ, ഞായറാഴ്ച ആയിരുന്നല്ലോ. പക്ഷെ രാഖിക്ക് പോകണമായിരുന്നു, കാരണം അവിടെ ഫ്ലാഗ് ഹോയിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാഖി രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് പോയി. രാവിലെ മുതലേ ഫോണായിരുന്നു, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായി പോയി. നല്ലതായിട്ട് നേരെ വെളുത്തു, അങ്കു കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവനും പോയി കേട്ടോ. വായോ, വന്നിട്ട് പോയോ? ക്ഷീണിച്ചോ? ഓയിലത്തോടി കളിച്ചെന്ന് തോന്നില്ലേ, ഈ കരിവാളിച്ചിരിക്കുന്നേ. ഇന്നിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല, അങ്കുവിനെ പറഞ്ഞു വിട്ടു. പിന്നെ റിപ്പബ്ലിക് ഡേക്ക് കിട്ടിയത് ഈ ലഡു. ഇതാ ഞാൻ അങ്കുവിൻ്റെ ടിഫിനിൽ നിന്ന് രാവിലെ വെച്ച് കൊടുത്തത്. നമ്മുടെ മോത്തിച്ചൂർ ലഡു ഉണ്ടല്ലോ അത്. ഞാൻ കുറച്ച് കിച്ചടി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ, പച്ചക്കറിയൊക്കെ ഇട്ടിട്ട്. പെട്ടെന്ന് കൾച്ചർ ഇവൻസും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇന്ന് അവിടെ. അപ്പോൾ ഞാൻ അങ്കു എഴുന്നേറ്റപ്പോൾ ഞാൻ പറയും മോൻ പോയിക്കോ, ഇവിടെ അടുത്തല്ലേ, പോകാൻ പാടുന്നില്ല. പിന്നെ രാഖി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ഇന്നൊരു പ്രത്യേക റെസിപ്പി കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ പാലും ശർക്കരയും കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അത് ചേർക്കാവുന്ന പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ വിഷമാണോ, ചേരാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ടല്ലേ. പക്ഷേ പാലും ശർക്കരയും തമ്മിലുള്ള കോമ്പിനേഷൻ ബെസ്റ്റാണ്, ഏറ്റവും ന്യൂട്രീഷ്യസും നമുക്ക് ഒത്തിരി ഹെൽത്തിയുമാണ്. ഇവിടെ ഉള്ളവർ ഇവിടെ ഖീറുണ്ടാക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പാലും ശർക്കരയും വെച്ചിട്ട് ഇവർ ചെയ്യട്ടോ. അപ്പോൾ ഉപ്പില്ലാത്ത ശർക്കര ആയിരിക്കണം. ഇവിടെ കിട്ടുന്ന ശർക്കരപ്പൊടിക്ക് ഒട്ടും ഉപ്പില്ലല്ലോ, അപ്പോൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉപ്പ് ശർക്കരയാണെങ്കിൽ അത് പിരിഞ്ഞു പോകും, അതായിരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഖീറല്ല, ഞാനിപ്പോൾ വെർമസിൽ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് കാണിക്കാം. എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഈ സാധനമാണ്. ബാക്കി ഇരിക്കുന്ന പാല് 1.5 ലിറ്ററോളം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കാച്ചി എടുത്തിട്ട് കുറച്ച് വെർമസിൽ നെയ്യിലൊന്ന് ഈ രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട, ഹെൽത്തി ആയിട്ടുള്ളൊരു ഖീർ അല്ലെങ്കിൽ നമ്മുടെ പായസം ഉണ്ടാക്കിയെടുക്കാം. ഈ ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെള്ള ശർക്കരപ്പൊടി ഇവിടെ കിട്ടുന്നത്. ചില സമയത്ത് കുറച്ചും കൂടി ഡാർക്കും കിട്ടാറുണ്ട് കേട്ടോ. ശരിക്കും ഇത് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയ പായസം പോലെ തന്നെ ഇരിക്കും, പക്ഷെ ടേസ്റ്റ് സൂപ്പറാ. അപ്പോൾ ഉപ്പില്ലാത്ത ശർക്കരപ്പൊടി ചേർക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണെന്ന് അമ്മ പറഞ്ഞായിരുന്നു, ഇങ്ങനത്തെ ശർക്കരപ്പൊടി. അപ്പോൾ അതും കൂടെ ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് ഇതേ കളർ പോലും മാറിയിട്ടില്ല കണ്ടോ. പിന്നെ കുറച്ച് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട്, പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇവിടെ അത് അത്ര താല്പര്യമില്ല ഇങ്ങനെ കടിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. പിന്നെ അതേ ഒഴിക്കാതെ ഞാൻ ആ കൺസിസ്റ്റൻസി ഒക്കെ കാണിച്ചു തരാം. കണ്ടോ എന്തോരം സൂപ്പറായിട്ടിരിക്കുന്നു. നമ്മുടെ സദ്യയിലെയൊക്കെ വെർമസലി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട്.
പിന്നെ അതേ സൂര്യൻ ഉദിച്ച് നമ്മുടെ അകത്ത് അലങ്കാരപ്പനയിൽ വീണ്ടും തട്ടിത്തുടങ്ങി. അപ്പൊ അതിന് സന്തോഷമായിട്ടുണ്ട്. മഞ്ഞിച്ച് നിന്നാണ് അതിപ്പോ ഒന്ന് തലയൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ട്, വെയിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ സന്തോഷം അതിൽ ഇങ്ങനെ കാണുന്നുണ്ടേ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ കേട്ടോ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.